നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അനാലിസിസ് ഓഫ് എൽ ടി സിസ്റ്റം യൂസിങ് ഇസഡ് ട്രാൻസ്ഫോം, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു അനാലിസിസിലൂടെ എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ളതും നമ്മളിവിടെ ഡിഫൈൻ ചെയ്യും. സോ ഒരു ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റമാണ് ഈ തന്നിരിക്കുന്നത്. സോ കൺസിഡർ എ ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റം വിത്ത് ഇൻപുട്ട് എക്സ് ഓഫ് എൻ ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ആൻഡ് ഔട്ട്പുട്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ വൈ ഓഫ് എൻ. അപ്പോൾ ഒരു എൽ ടി സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട്, ഒരു ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് കൺവല്യൂഷൻ ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ കൺവല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് എൻ, കൺവല്യൂഷൻ സം ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് ദ ഔട്ട്പുട്ട് ഓഫ് ആൻ എൽ ടി സിസ്റ്റം. സോ നമ്മളിവിടെ അനാലിസിസ് ചെയ്യുന്നത് ഇസഡ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. സോ അപ്ലൈ ഇസഡ് ട്രാൻസ്ഫോം. നമ്മൾ DTFT യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം ആണ് പകരം യൂസ് ചെയ്യുന്നത്. അപ്ലൈയിങ് ഇസഡ് ട്രാൻസ്ഫോം. സോ വൈ ഓഫ് എൻ ഇൻ ഇസഡ് ട്രാൻസ്ഫോം വൈ ഓഫ് ഇസഡ് ആണ്. ദെൻ ഇവിടെ ഇസഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കൺവല്യൂഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ, അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഓഫ് ഇസഡ്. സോ ഇതാണ് നമ്മുടെ വൈ ഓഫ് ഇസഡ്. ദെൻ ഇതിൽ നിന്നും എച്ച് ഓഫ് ഇസഡ് നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ്. സോ ഔട്ട്പുട്ട് ഇസഡ് ട്രാൻസ്ഫോം ബൈ ഇൻപുട്ട് ഇസഡ് ട്രാൻസ്ഫോം. ഔട്ട്പുട്ടിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇസഡ് ട്രാൻസ്ഫോം. ഇതാണ് എച്ച് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ഈ എച്ച് ഓഫ് ഇസഡിന് പറയുന്ന ടേമിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം ഫംഗ്ഷൻ എന്നൊക്കെ പറയും. സോ ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഇസഡ് ട്രാൻസ്ഫോം. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ബൈ ഇൻപുട്ടിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം. സോ ഇതാണ് നമ്മൾ എച്ച് ഓഫ് ഇസഡ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. സോ ഇതാണ് നമുക്കിനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. സോ determine the transfer function and impulse response for the causal LT system described by the difference equation y of n minus 1 by 2 y of n minus 1 equal to x of n plus 2x of n minus 1. സോ ഒരു ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റവും കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറൻസ് ഇക്വേഷൻ വെച്ചിട്ടാണ്. സോ ഇതൊരു ഡിഫറൻസ് ഇക്വേഷനാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു ഡിഫറൻസ് ഇക്വേഷൻ വെച്ചിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. വൈ ഓഫ് എൻ മൈനസ് 1 അല്ലെങ്കിൽ വൈ ഓഫ് എൻ മൈനസ് 2 എക്സ് ഓഫ് എൻ മൈനസ് 1, അതിനെ നമ്മൾ ഡിഫറൻസ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. കണ്ടിന്യൂസിൻ്റെ കേസിൽ എൽ ടി സിസ്റ്റത്തിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് എൽ ടി സിസ്റ്റം യൂസിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഡിഫറൻസ് ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ. സോ ഇത് ഈ തന്നേക്കുന്ന ഒരു എൽ ടി സിസ്റ്റമാണ്. ഈ ഒരു എൽ ടി സിസ്റ്റത്തിൽ നിന്നും നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, അതായത് എച്ച് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസും കിട്ടും എച്ച് ഓഫ് എൻ. സോ ഈ തന്നേക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. സോ അപ്ലൈ ഇസഡ് ട്രാൻസ്ഫോം. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം ആണ് യൂസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ടൈമിൻ്റെ കേസിൽ. സോ അപ്ലൈ ഇസഡ് ട്രാൻസ്ഫോം. സോ വൈ ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം വൈ ഓഫ് ഇസഡ് മൈനസ് 1 by 2 ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1. അപ്പോൾ നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. ടൈം ഷിഫ്റ്റിംഗ്. സോ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇതാണ് പറയുന്നത്. ഇഫ് എക്സ് ഓഫ് എൻ ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇസഡ് ദെൻ എക്സ് ഓഫ് എൻ മൈനസ് എൻ നോട്ടിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ നോട്ട്. സിമിലർലി വൈ ഓഫ് എൻ ആണെങ്കിൽ വൈ ഓഫ് ഇസഡ് വൈ ഓഫ് എൻ മൈനസ് എൻ നോട്ട് മീൻസ് വൈ ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ നോട്ട്. അപ്പോൾ വൈ ഓഫ് എന്നിൻ്റെത് വൈ ഓഫ് ഇസഡ്, വൈ ഓഫ് എൻ മൈനസ് 1 എന്തായിരിക്കും? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് വൈ ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ്, ഇവിടെ എൻ നോട്ടിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇസഡ് റേസ് ടു മൈനസ് 1 എക്സ് ഓഫ് ഇസഡ്, എക്സ് ഓഫ് എന്നിൻ്റെത് എക്സ് ഓഫ് ഇസഡ് പ്ലസ് 2 ഇൻറ്റു എക്സ് ഓഫ് എൻ മൈനസ് 1 എക്സ് ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് 1. സോ ഈ എൻ മൈനസ് 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻ മൈനസ് 2 ഇല്ല. വൈ ഓഫ് എൻ മൈനസ് 2 നമുക്ക് ഇവിടെ ഇല്ല. വൈ ഓഫ് എൻ മൈനസ് 1 ആണ്. സോ ഇവിടുത്തെ ഇതൊരു ഫസ്റ്റ് ഓർഡർ ഇക്വേഷനാണ്.
y of n minus 2 കൂടെ വരുവാണെങ്കിൽ അതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് ഇക്വേഷൻ. അപ്പോൾ ഓർഡർ അത് വെച്ചിട്ടാണ് പറയുന്നത്. സോ ഇങ്ങനെ നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് അത് എഴുതി z ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ദെൻ ഇവിടുന്ന് y of z ബൈ x of z ഡിറ്റർമിൻ ചെയ്താൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. സോ y of z എന്ന് പറയുന്നത് 1 മൈനസ് 1/2 z റേസ് ടു മൈനസ് 1. ഇവിടെ നിന്ന് x of z നമുക്ക് കോമൺ ആക്കി എടുക്കാം. 1 പ്ലസ് 2 z റേസ് ടു മൈനസ് 1. സോ h of z മീൻസ് ഈ y of z അല്ലെങ്കിൽ ഇവിടുന്ന് y of z ബൈ x of z ഡിറ്റർമിൻ ചെയ്യുക. y of z ബൈ x of z ഇതിനെയാണ് നമ്മൾ h of z എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ഇവിടെ നമുക്ക് 1 പ്ലസ് 2 z റേസ് ടു മൈനസ് 1 ബൈ 1 മൈനസ് 1/2 z റേസ് ടു മൈനസ് 1 എന്ന് കിട്ടും. സോ ഇതിനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായി ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എച്ച് ഓഫ് എൻ ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും. സോ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ഡിനോമിനേറ്റർ നോക്കുമ്പോൾ ഇതിൻ്റെ പവർ z റേസ് ടു മൈനസ് 1 ആണ്. സോ നമുക്ക് ഇതിനെ അങ്ങ് പോസിറ്റീവ് പവറിലേക്ക് മാറ്റി നമുക്ക് ഇതിനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ z റേസ് ടു മൈനസ് 1 ആയതുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിൽ ആ ഇസഡിൻ്റെ ടേം z റേസ് ടു മൈനസ് 1 ആണ്. സോ ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിൽ നമ്മളൊരു z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ z റേസ് ടു മൈനസ് 2 ആയിരുന്നെങ്കിൽ z സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഞാനിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫംഗ്ഷൻ z കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ z പ്ലസ് 2 ബൈ z മൈനസ് 1/2 എന്ന് കിട്ടും. ഇതിനെ നമുക്കിപ്പം z പ്ലസ് 2 ബൈ z മൈനസ് 2നെ നമുക്ക് ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഇതിനെ സോൾവ് ചെയ്യാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് z ബൈ z മൈനസ് 1/2 പ്ലസ് 2 ഡിവൈഡഡ് ബൈ z മൈനസ് 1/2. ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സോ ഇതാണ് നമ്മുടെ എച്ച് ഓഫ് z. സോ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇത് ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദെൻ ഇവിടുന്ന് തന്നെ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. സോ നമ്മൾ ഇൻവേഴ്സിൻ്റെ ഫോർമുല ഒരു ടേബിളിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇതാണ് ആ ഇൻവേഴ്സിൻ്റെ ടേബിൾ. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. z ബൈ z മൈനസ് എ ആണെങ്കിൽ a റേസ് ടു n u ഓഫ് n, ദെൻ പ്ലസ് എ ആണെങ്കിൽ മൈനസ് എ ഓൾ റേസ് ടു n u ഓഫ് n. അതുപോലെ തന്നെ 1 ബൈ z മൈനസ് എ ആണെങ്കിൽ a റേസ് ടു n മൈനസ് 1 u ഓഫ് n മൈനസ് 1. സോ ഈ ഫോർമുലാസ് നമ്മൾ റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഫസ്റ്റും ഫിഫ്ത്തും ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാവുന്നതാണ്. സോ z ബൈ ഫസ്റ്റ് ടേം z ബൈ z മൈനസ് എ മീൻസ് a റേസ് ടു n u ഓഫ് n, ദറ്റ് ഈസ് 1/2 ഓൾ റേസ് ടു n u ഓഫ് n പ്ലസ് 2 ഇൻറ്റു 1 ബൈ z മൈനസ് എയുടേത് നമ്മളിവിടെ പറഞ്ഞിരുന്നു 1 ബൈ z മൈനസ് എ, 1 ബൈ z മൈനസ് ചെയ്ത് a റേസ് ടു n മൈനസ് 1 u ഓഫ് n മൈനസ് 1 ആണ്. സോ വി ക്യാൻ റൈറ്റ്, സോ 1/2 ആണ് a റേസ് ടു n മൈനസ് 1 ഇൻറ്റു u ഓഫ് n മൈനസ് 1. സോ ഇത് ആണ് നമ്മുടെ h ഓഫ് n. സോ ഇവിടെ എഴുതുക ടേക്കിംഗ് ഇൻവേഴ്സ്. സോ ടേക്കിംഗ് ഇൻവേഴ്സ്. സോ നമുക്ക് ആ ടേബിൾ റെഫർ ചെയ്തിട്ടാണ് ആ ഇൻവേഴ്സ് ഞാൻ എഴുതിയത്. സോ ആ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം. സോ ഇതാണ് നമ്മുടെ, സോ ദിസ് ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ് h ഓഫ് n. സോ ട്രാൻസ്ഫർ ഫംഗ്ഷനും ഇമ്പൾസ് റെസ്പോൺസും നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. സിമിലർലി മറ്റൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് എ കോസൽ discrete time LT system is again described by a difference equation. So ഇവിടെ difference equation നേരത്തെ പോലെ തന്നിട്ടുണ്ട്. LT system ആണ്. Then determine system function. System function is same as transfer function. രണ്ടും സെയിം ആണ്. Then impulse response determine ചെയ്യണം. Then step response determine ചെയ്യണം. അപ്പം ഇത് എയും ബിയും നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അതെന്താണ് അത് നമ്മൾ അത് നോക്കാം. സോ ഞാൻ ആ സിസ്റ്റം ഒന്നുകൂടെ എഴുതുവാണ്. y ഓഫ് n മൈനസ് 3/4 y ഓഫ് n മൈനസ് 1, 3/4 y ഓഫ് n മൈനസ് 1 പ്ലസ് 1/8 y ഓഫ് n മൈനസ് 2 ഈക്വൽ ടു x ഓഫ് n.
ദെൻ ഇവിടെ നമുക്ക് സിസ്റ്റം ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം ആണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ അപ്ലൈ ഇസഡ് ട്രാൻസ്ഫോം. സോ ഇസഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ y ഓഫ് ഇസഡ് മൈനസ് 3/4 ഇൻറ്റു y ഓഫ് n മൈനസ് 1നെ നമുക്ക് ഇസഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു y ഓഫ് ഇസഡ് പ്ലസ് 1/8 ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് 2 ഇൻറ്റു y ഓഫ് ഇസഡ്. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ഇസഡ്. ദെൻ ഇവിടുന്ന് നമുക്ക് y ഓഫ് ഇസഡ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 3/4 ഇസഡ് റേസ് ടു മൈനസ് 1 പ്ലസ് 1/8 ഇസഡ് റേസ് ടു മൈനസ് 2 ഈക്വൽ ടു എക്സ് ഓഫ് ഇസഡ് എന്ന് കിട്ടും. ദെൻ ഇവിടുന്ന് y ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ദാറ്റ് വാല്യൂ വിൽ ബി 1/1 മൈനസ് 3/4 ഇസഡ് റേസ് ടു മൈനസ് 1 പ്ലസ് 1/8 ഇസഡ് റേസ് ടു മൈനസ് 2. സോ ഇതിനെയാണ് നമ്മൾ സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറയുന്നത്, എച്ച് ഓഫ് ഇസഡ്. സോ സിസ്റ്റം ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്തു. സിസ്റ്റം ഫംഗ്ഷൻ സെയിം ആസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ അത് ഡിറ്റർമിൻ ചെയ്തു. നമുക്കിനി അടുത്തത് ബി പാർട്ട് ഇമ്പൾസ് റെസ്പോൺസ് ആണ്. സോ എ പാർട്ട് നമ്മൾ സോൾവ് ചെയ്തു. ദെൻ സോ ദിസ് ഇസ് ദ എ പാർട്ട്. ദെൻ സോ ദിസ് ഇസ് എയുടെ ആൻസർ കിട്ടി. ദെൻ നമ്മളിനി ബി പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യാൻ ഞാൻ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. ഇൻവേഴ്സ് എടുക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്റർ നോക്കുമ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് പവർ ഇസഡ് റേസ് ടു മൈനസ് 2 ആണ്. സോ ഇസഡ് സ്ക്വയർ കൊണ്ട് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 3/4 ഇസഡ് പ്ലസ് 1/8 എന്ന് കിട്ടും. ദെൻ ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. ദിസ് ഇസ് റിട്ടൺ ആസ് ഇസഡ് സ്ക്വയർ ബൈ, ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ആ ഡിനോമിനേറ്റർ ടേമിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഇസഡ് സ്ക്വയർ മൈനസ് 3/4 ആൻഡ് പ്ലസ് 3/4 ഇസഡ് പ്ലസ് 1/8നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്കതിനെ ഇസഡ് മൈനസ് 1/4 ഇൻറ്റു ഇസഡ് മൈനസ് 1/2 എന്ന് എഴുതാം. സോ ഇതാണ് നമ്മുടെ എച്ച് ഓഫ് ഇസഡ്. ഇനി ഇവിടെ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻവേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. സോ ഇവിടുന്ന് ഒരു ഇസഡിനെ ഇങ്ങോട്ട് എടുത്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആ ഒരു ഈസി ആയിട്ട് നമുക്ക് ഇൻവേഴ്സ് ഡിറ്റർമിൻ ചെയ്യാം. സോ എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ്, ഒരു ഇസഡിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു ഇസഡ് മാത്രമേ ഉള്ളൂ, ബൈ ഇസഡ് മൈനസ് 1/4 ഇൻറ്റു ഇസഡ് മൈനസ് 1/2. ഈ രീതിയിൽ വേണം സോൾവ് ചെയ്യാൻ. സോ എച്ച് ഓഫ് ഇസഡ്, സോ ഇതിനെ ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് എ ബൈ ഇസഡ് മൈനസ് 1/4 പ്ലസ് ബി ബൈ ഇസഡ് മൈനസ് 1/2. ഇതാണ് എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ് എന്ന് പറയുന്നത്. ദെൻ ഇതിന് ഞാൻ ഒരു ഇക്വേഷൻ കൊടുക്കുവാണ്, ഇക്വേഷൻ 1. സോ എ എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ അറിയാം, ഇസഡ് മൈനസ് 1/4 ഇൻറ്റു ദ ഹോൾ ഫംഗ്ഷൻ. നമ്മൾ ഈ ഒരു ഫംഗ്ഷനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ ഈ ഒരു ഹോൾ ഫംഗ്ഷനാണ് എടുക്കേണ്ടത്, ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/4. എച്ച് ഓഫ് ഇസഡ് ബൈ ഇസഡ് എന്നുള്ള ആ ഒരു ഫംഗ്ഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഇസഡ് മൈനസ് 1/2 അറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/4. എടുത്തേക്കുന്ന ഫംഗ്ഷൻ ഇതായതുകൊണ്ടാണ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/4. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ദെൻ ഇസഡിന് നമ്മൾ 1/4, ഇസഡിന് 1/4 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കോഎഫിഷ്യൻ 1/4 ബൈ 1/4 മൈനസ് 1/2, അത് നമുക്ക് -1 എന്ന് കിട്ടും. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, 1/4 ബൈ 1/4 മൈനസ് 1/2. സോ ദാറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ ദിസ് ഇസ് 1/4 divided by 1/4 minus 1/2. So this is equal to 1/4 by minus 1/4, which is equal to -1. Then similarly നമുക്ക് ബിയും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ബി എന്ന് പറയുന്നത് ഇസഡ് മൈനസ് 1/2 ഇൻറ്റു ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/4 ഇൻറ്റു ഇസഡ് മൈനസ് 1/2 at z is equal to 1/2.
സോ ഇതും ക്യാൻസൽ ചെയ്യാം. ഇസഡിന് 1/2 കൊടുക്കുമ്പോൾ 1/2 ബൈ 1/2 മൈനസ് 1/4 എന്ന് കിട്ടും. ആൻഡ് ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു 2. സോ എയും കിട്ടി ബിയും കിട്ടി. therefore equation 1 implies, so equation 1 implies h of z by z equal to a by aക്ക് പകരം -1 കൊടുക്കാം, -1 by z minus 1/4 പ്ലസ് ബിക്ക് പകരം 2 കൊടുക്കാം, 2 by z minus 1/2. ഇത് h of z by z എന്നുള്ള ടേമാണ്. therefore h of z will become minus z by z minus 1/4 plus 2z by z minus 1/4, z minus 1/2. സോ ഇങ്ങനെ കിട്ടും. ദെൻ ഇൻവേഴ്സ് എടുക്കുക, ടേക്കിംഗ് ഇൻവേഴ്സ്. ആ ടേബിൾ നോക്കി നമുക്ക് ഇൻവേഴ്സ് പറയാൻ പറ്റും. സോ അത് പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ h of n വാല്യൂ ഈക്വൽ ടു മൈനസ് എടുത്തു കഴിഞ്ഞാൽ z ബൈ z മൈനസ് എന്ന് പറഞ്ഞാൽ 1/4 the all raised to n u of n ആണ്, പ്ലസ് 2 ഇൻറ്റു ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ 1/2 the all raised to n u of n. സോ ഇങ്ങനെ നമുക്ക് h of n കിട്ടും. സോ ദിസ് ഈസ് ഇമ്പൾസ് റെസ്പോൺസ്. സോ നമ്മൾ പാർട്ട് ബിയും ആൻസർ ചെയ്തു, ഇമ്പൾസ് റെസ്പോൺസ്. സോ എയും കിട്ടി ബിയും കിട്ടി, രണ്ട് പ്രോബ്ലംസും നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സ്റ്റെപ്പ് റെസ്പോൺസ് ആണ്. സോ വാട്ട് ഈസ് സ്റ്റെപ്പ് റെസ്പോൺസ്? അതാണ് നമ്മൾ അടുത്ത് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. സോ അത് ഡിറ്റർമിൻ ചെയ്യാൻ ഇപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ്, ഇപ്പോൾ നമുക്ക് ഒരു LT സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ഇൻപുട്ട് ഞാൻ x of n എന്ന് പറഞ്ഞു. അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് h of n ആണ്, ഔട്ട്പുട്ട് y of n ആണ്. ഇവിടെ സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ഈസ് സ്റ്റെപ്പ് റെസ്പോൺസ്? സോ സ്റ്റെപ്പ് റെസ്പോൺസ് മീൻസ് ഇൻപുട്ട്, നമ്മുടെ ഇൻപുട്ട് x of n ഈക്വൽ ടു u of n കൊടുക്കുമ്പോൾ കിട്ടുന്ന ദിസ് ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് സ്റ്റെപ്പ് റെസ്പോൺസ്. സോ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് റെസ്പോൺസ്, ഇൻപുട്ട് u of n കൊടുക്കുമ്പോൾ ഉള്ള റെസ്പോൺസ്. സോ നമുക്കറിയാം y of n ഈസ് ഈക്വൽ ടു x of n convoluted with h of n, then apply z transform, apply z transform. So apply z transform means y of n into z, y of z, x of n into the x of z, h of n into the h of z. So ഇവിടെ x of n എന്താണ്? x of n is equal to u of n. അങ്ങനെയാണെങ്കിൽ x of z എന്താണ്? u of n ൻ്റെ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് z by z minus 1 ആണ്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. u of n ൻ്റെത് z by z minus 1 ആണ്. അതിൻ്റെ ഫോർ z ട്രാൻസ്ഫോം ഇതാണ്. എൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ z by z minus 1 ഇൻവേഴ്സ് u of n, അല്ലെങ്കിൽ u of n z ട്രാൻസ്ഫോം z by z minus 1. സോ അത് ഈ ഒരു ഇക്വേഷൻ വെച്ച് തന്നെ എഴുതാം. ഈ ഒരു ഇക്വേഷനകത്ത് എക്ക് 1 കൊടുക്കുകയാണെങ്കിൽ 1 raised to n u of n, അപ്പോൾ ഇവിടെ എക്ക് കൊടുക്കുക, z by z minus 1 എന്ന് കിട്ടും. സോ ഈ റിലേഷനിൽ നിന്ന് തന്നെയാണ് u of n ൻ്റെ വാല്യൂ, അല്ലെങ്കിൽ അതിൻ്റെ z ട്രാൻസ്ഫോം ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കണം. സോ ഇതാണ് അതിൻ്റെ z ട്രാൻസ്ഫോം വാല്യൂ. സോ നമ്മളിതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x of zന് പകരം z by z minus 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ h of z നമ്മൾ ഓൾറെഡി ഇവിടെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്, കാരണം സെയിം LT സിസ്റ്റമാണ്. h of z എന്ന് പറയുന്നത് ഈ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു ടേമാണ് h of z എടുക്കേണ്ടത്. ഇതാണ് h of z. ഈ ഒരു ടേം പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ്, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് എന്തിനു വേണ്ടിയാണ്? ഇമ്പൾസ് റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയാണ്. സോ ഈ ഒരു വാല്യൂ, ഈ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയേക്കുന്ന, ഈ ഫാക്ടറൈസ് എഴുതിയേക്കുന്ന ഈ വാല്യൂ വേണം ഇവിടെ എഴുതാൻ. z സ്ക്വയർ ഇൻറ്റു z സ്ക്വയർ ബൈ z മൈനസ് 1/4 ഇൻറ്റു z മൈനസ് 1/2. ഇതാണ് നമുക്ക് y of z ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ സ്റ്റെപ്പ് റെസ്പോൺസ് കിട്ടും. സോ ഇൻവേഴ്സ് എടുക്കാൻ നമുക്കറിയാം, ഒരു ഇസഡിനെ ഇപ്പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. സോ y of z by z. അപ്പോൾ ഇൻവേഴ്സ് എടുക്കാൻ ഈ ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സ്ട്രാറ്റജിയിൽ വേണം ചെയ്യാൻ എപ്പോഴും. z സ്ക്വയർ ബൈ z മൈനസ് 1 z മൈനസ് 1/4 ഇൻറ്റു z മൈനസ് 1/2. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ എടുത്തു. ദെൻ ഇതിനെ ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. a by
z minus 1 plus b by z minus 1 by 2 plus c by z minus 1 by 4. Then a യും b യും c യും കണ്ടുപിടിക്കുക. a is equal to z minus 1 into the full function, that is full function എന്ന് പറഞ്ഞാൽ ഇതാണ് z square by z minus 1 into z minus 1 by 4 into z minus 1 by 2 at z is equal to 1. സോ ഈ ഫംഗ്ഷൻ ഇതും ക്യാൻസൽ, ഇസഡിന് 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ നമുക്ക് എക്ക് കിട്ടുന്ന വാല്യൂ 8/3 ആണ്. ദെൻ ബി ഡിറ്റർമിൻ ചെയ്യുക. ബി എന്ന് പറയുന്നത് z minus 1 by 2 into the full function z square by z minus 1 into z minus 1 by 4 into z minus 1 by 2 at z is equal to 1 by 2. സോ ഇവിടെ 1 by 2 വാല്യൂ ഇസഡിന് കൊടുക്കുക. സോ നമുക്ക് അന്നേരം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. സോ 8/3 -2. ദെൻ സി ഡിറ്റർമിൻ ചെയ്യുക. സി എന്ന് പറയുന്നത് z minus 1 by 4. z minus 1 by 4 into the full function z square by z minus 1 into z minus 1 by 4 into z minus 1 by 2 at z is equal to 1 by 4. സോ ഇതും ക്യാൻസൽ ചെയ്യാം. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് 1/3 എന്നാണ്. സോ 8/3 -2 1/3 എന്ന് കിട്ടും. ദെയർഫോർ y ഓഫ് z ബൈ z എന്ന് പറയുന്ന റിലേഷൻ എന്തായിരിക്കും? y ഓഫ് z ബൈ z ഈസ് ഈക്വൽ ടു, അതായത് ഈ റിലേഷൻ എയ്ക്കും ബിക്കും സിക്കും ഇവിടെ വാല്യൂസ് കൊടുക്കുക. എ എന്ന് പറയുന്നത് 8/3 ആണ്. 8/3 ഇൻറ്റു 1/z minus 1 പ്ലസ് ബി എന്ന് പറയുന്നത് -2 ആണ്. സോ -2/z minus 1/2 പ്ലസ് 1/3 ഇൻറ്റു 1/z minus 1/4. അപ്പോൾ എയും ബിയും സിയും വാല്യൂസ് നമ്മൾ ഇനി ആ ഇസഡിനെ അങ്ങ് തിരിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് 8/3 ഇൻറ്റു z/z minus 1 പ്ലസ് അല്ല -2. സോ -2 ഇൻറ്റു z/z minus 1/2. ഈ z ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 1/3 ഇൻറ്റു z/z minus 1/4. ദെൻ ഇൻവേഴ്സ് എടുക്കുക. ടേക്കിംഗ് ഇൻവേഴ്സ് y ഓഫ് z ഇൻ ഇൻവേഴ്സ് y ഓഫ് n 8/3 ഇൻറ്റു z/z minus 1 എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് u ഓഫ് n ആണ്. -2 ഇൻറ്റു ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/2 the whole raised to n u of n ആണ്. പ്ലസ് 1/3 ഇൻറ്റു 1/4 the whole raised to n u of n. സോ ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്പ് റെസ്പോൺസ് വാല്യൂ y ഓഫ് n ആയിട്ട് കിട്ടുന്നത്. ദിസ് ഈസ് സ്റ്റെപ്പ് റെസ്പോൺസ്. സോ ഈ രീതിയിലാണ് നമ്മൾ സ്റ്റെപ്പ് റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇത്രയാണ് അനാലിസിസ് ഓഫ് എൽ ടി സിസ്റ്റം. ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസാണ് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളത്. അനാലിസിസ് ഓഫ്, ഇനി നമുക്ക് അടുത്ത ലെക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത് കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. അപ്പം ഒരു ROCയുടെ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് എൽ ടി സിസ്റ്റമാണ് അടുത്ത ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.